ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു? അതായത് KL റൈഡർ എന്ന് പറയുന്ന ഒരു ഓട്ടോ എന്തൂസിയാസ്റ്റിൻ്റെ ഒരു വീഡിയോ ആണ്. പുള്ളി പറയുന്ന ഒരു വീഡിയോ നിങ്ങളൊന്ന് കുറച്ച് നേരം കണ്ടു നോക്ക്. നമ്മളൊരു വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ അതിന് ആദ്യമായിട്ട് കളയുന്ന സാധനമാണ് ഈ മിറേഴ്സ്. അതിന് മെയിനായിട്ട് 3 റീസൺസ് ആണുള്ളത്. ഒന്ന്, ഇതാണെങ്കിൽ മാറ്റുമ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. 2, ഇതെടുത്ത് മാറ്റുമ്പോൾ വണ്ടിയുടെ വെയിറ്റ് അത്രയും കുറയും, പവർ ടു വെയിറ്റ് റേഷ്യോ കൂടും. പിന്നെ 3ാമത്തെ കാര്യം, ഇതിവിടെ നോക്കുമ്പോൾ വണ്ടിയൊക്കെ ചെറുതായിട്ടാണ് കാണുന്നത്. വണ്ടി ദൂരെയാണോ അടുത്താണോ എന്ന് കറക്റ്റ് അറിയാനൊന്നും പറ്റില്ല. പിന്നെ നമ്മളെല്ലാം മുന്നോട്ട് നോക്കിയാലേ വണ്ടി ഓടിക്കേണ്ടത്. പുറകിൽ നിന്ന് വരുന്നവരും ഇതുപോലെ മുന്നോട്ട് നോക്കി വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി അത്ര അത്യാവശ്യമുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ കഴുത്ത് തിരിച്ചൊക്കെ നോക്കിയാൽ മതി. അതായത് പുള്ളി പറയുന്നത് ഇരുചക്ര വാഹനങ്ങൾക്ക് ഈ റെയർ വ്യൂ മിററിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. അത് പുള്ളി പറയുന്നത് കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ, പുള്ളി പറയുന്നത് ബാക്കിലുള്ള വണ്ടിക്കാർ മുന്നോട്ട് നോക്കിയല്ലേ ഓടിക്കുന്നത്, അപ്പം എന്തിനാണ് മുന്നിലുള്ള വണ്ടിക്കാർക്ക് റെയർ വ്യൂ മിറർ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഒരു 4 ലൈനിൽ പോകുന്നു. 4 ലൈനിൽ പോകുന്ന സമയത്ത് നമുക്ക് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നമുക്ക് അതായത് നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എത്തി നോക്കുന്ന ആ ഒരു 2 സെക്കൻഡ് നമ്മളിങ്ങനെ, പുള്ളി പറഞ്ഞാൽ എത്തി നോക്കാൻ പറയും. എത്തി നോക്കുന്ന ആ ഒരു ഫ്യൂ സെക്കൻഡാണോ നമുക്ക് വലുത്, അതോ നമുക്ക് നേരെ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുന്ന 0.5 സെക്കൻഡാണോ നമുക്ക് ഏറ്റവും വലുതായിട്ട് കാണുന്നത്? അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളിത് അനുകരിക്കുമ്പോൾ, അതിപ്പോൾ ഏത് വീഡിയോ ആണെങ്കിലും, എൻ്റെ വീഡിയോ ആണെങ്കിൽ തന്നെ കണ്ടിട്ട് അനുകരിക്കുമ്പോൾ നിങ്ങളതൊന്ന് ചിന്തിക്കുക. അതായത് ഈ പറഞ്ഞത് ശരിയാണോ എന്ന് ചിന്തിക്കുക. അതായത് അത് ചിന്തിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ വാഹനം ഓടിക്കുന്നതിലേക്ക് നിങ്ങൾ ചെലുത്താൻ പാടുള്ളൂ. അത് ഒന്നാമത്തെ ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് പോയി കഴിഞ്ഞ്, എറണാകുളം കണ്ണൂർ റൂട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ ഹൈവേ കയറി ഞാൻ ലൈൻ ചേഞ്ച് ചെയ്യാനായിട്ട് നിന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ റെയിൽവേ മിററിൽ കൂടെ നോക്കിയപ്പോൾ ഒരു വണ്ടി അവിടുന്ന് വരുന്നു. ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടാണ് തിരിഞ്ഞത്. പക്ഷേ ആ വണ്ടി ഒരു സിഗ്നൽ പോലും തരാണ്ട് ആ വണ്ടി എൻ്റെ ബാക്കിലത്തെ ലൈനിൽ നിന്ന് നേരെ അപ്പുറത്തെ ലൈനിലേക്ക് തിരിഞ്ഞ് കേൾക്കും. ഞാൻ റെയിൽവേ മിററിൽ കണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടി എൻ്റെ ലൈനിലേക്ക് തന്നെ തിരിച്ച് പഴയ ലൈനിലേക്ക് തന്നെ വരികയാണ് ചെയ്തത്. അപ്പോൾ ആ തിരിഞ്ഞ് നോക്കുന്ന ആ ഒരു സമയത്തായിരിക്കും വണ്ടി അങ്ങോട്ടായിരിക്കും പോകുന്നത്. നിങ്ങൾ ആ തിരിഞ്ഞ് നോക്കുന്ന സമയം കൊണ്ട് ചിലപ്പോൾ വണ്ടി പോകുന്നത് ചിലപ്പോൾ കാണാൻ പറ്റില്ല. ആ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പം നിങ്ങൾ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾ പരമാവധി ഒന്ന് ചിന്തിക്കുക, ഇങ്ങനൊരു സംഭവം കറക്റ്റാണോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം തീരുമാനം എടുക്കുക. അല്ലാണ്ട് പുള്ളി പറയുന്ന പോലെ എടുത്തു മാറ്റിയ വണ്ടിയുടെ ലുക്ക് മാറും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ പുള്ളി കൊടുക്കുമോ എന്നൂടെ നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം വരും. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.